നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ? ഇപ്പോ ഏതെങ്കിലും ഒരു മൃഗം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അതിനൊരു എന്താ പറയാ, ആ ഒരു വീഡിയോ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു BGM-ഉം കാണുമ്പോൾ നമ്മളതിൻ്റെ കമൻസുകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും കോരിത്തിരിച്ചു പോകാറുണ്ട്. അല്ലെങ്കിലും മൃഗങ്ങൾക്ക് നന്ദിയും കരുണയും ഉള്ളൂ, മനുഷ്യർക്കില്ലാത്തത് അതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നായയ്ക്ക് നമ്മളൊരു ഭക്ഷണം കൊടുത്തിട്ട് നമ്മളതിന് ക്യാപ്ഷൻ ഇടാറുള്ളത്, അതിൻ്റെ ഒരു BGM-ഉം ക്യാപ്ഷനൊക്കെ വായിക്കുമ്പോൾ കേൾക്കാം, ഈ ഭൂമിയിൽ നന്ദിയുള്ള ഒരേ ഒരു വർഗമേ ഉള്ളൂ, അത് മൃഗങ്ങളാണ് അല്ലെങ്കിൽ നായ്ക്കളാണ്, എന്തേ മനുഷ്യർക്കില്ലാതെ പോയി. അങ്ങനെ മനോഹരമായ BGM-ഉം എന്താ പറയുക, കാണുമ്പോൾ കോരിത്തെരിപ്പിക്കുന്ന വിഷ്വൽസൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവാറുള്ളതും ഏറ്റവും കൂടുതൽ കമൻസുകളും. അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഞെട്ടിപ്പോകും. കാരണം മനുഷ്യരെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ക്രൂരതയും അല്ലെങ്കിൽ കരുണയില്ലായ്മയും ദയയില്ലായ്മയും ചതിയും വഞ്ചനയൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കമൻസുകളാണ് അതിൽ കാണാറുള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കിക്കൂടെ, മനുഷ്യന് നന്ദിയില്ലെങ്കിൽ, അവൻ്റെ ചേർത്ത് പിടിക്കലുകളില്ലെങ്കിൽ, കരുണയും ദയവും ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ദയയും കരുണയും ചേർത്ത് പിടിക്കലും കൂടെ നിർത്തലും സ്നേഹവും പ്രണയവും എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ലോകം ബാലൻസ് ചെയ്തു പോകുന്നത്. ഇതിങ്ങനെ നിലനിന്ന് പോകുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണത്. മനുഷ്യന്മാർ തമ്മിൽ പകയുണ്ടാവാം, മത്സരങ്ങൾ ഉണ്ടാവാം, വാശിയും ദേഷ്യവും വിദ്വേഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഭൂമിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർ തമ്മിൽ ദയയില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഈ ചേർത്ത് പിടിക്കലും കരുണയില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കാണുന്നത് മുഴുവൻ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ചില വാർത്തകൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഞാൻ ഒരാളായിട്ടും ഒരു ബന്ധത്തിന് പോകാറില്ല, അല്ലെങ്കിൽ ഒരു ഇതിന് പോകാറില്ല. ഈ പറയുന്ന ആള് നാളെ എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോ കാണാറുണ്ട്, പേപ്പറിലൊക്കെ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കാറുണ്ട്, ചുറ്റുവട്ടവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്നുള്ളത്. ഈ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വരണ്ടേ? ഒന്നും വേണ്ടതേ, നമ്മളുടെ ഒരു പ്രതിഫലവും, അതായത് നമ്മളുടെ സിസ്റ്റത്തിന് ഒരു ലാഭവും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ഡിപ്പാർട്ട്മെന്റുകളാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ. ഈ പോലീസും ഫയർഫോഴ്സും അവരെ സാലറി വാങ്ങി അവർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അവര് സാലറി വാങ്ങി അവർ ജോലി ചെയ്യുന്നു, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവരൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഈ സമൂഹത്തിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവർക്ക്. എന്ത്, അവരെന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരിടപെടുന്നത് അവർ നമ്മൾ ആരെങ്കിലും ആയിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധം നോക്കിയിട്ടാണോ അവർ ഓരോ കാര്യങ്ങൾ അവിടെ ഇടപെടുന്നത്? അവർക്ക് വേണമെങ്കിൽ അവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്ത് മാറിയേക്കാം, പക്ഷെ അവര് ഒരു കുറ്റകൃത്യം നടന്നു, ഒരു അനീതി നടന്നു, ഒരു പ്രശ്നം നടന്നു, അതിലെ പ്രതികളെ പിടിക്കാൻ ചിലപ്പോ അതിസാഹസികമായ യാത്രകളൊക്കെ നടത്തി പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് നമുക്ക് മുമ്പിൽ. അതെന്തുകൊണ്ടാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒറ്റ കാര്യമുള്ളൂ, സഹജീവികളോടുള്ള അല്ലെങ്കിൽ സമൂഹത്തിനുള്ള ഒരു കമ്മിറ്റ്മെന്റ്. എന്ന് പറഞ്ഞ പോലെ ഓരോ മനുഷ്യരും ഈ സഹജീവികളോടും സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് ഈ കാണുന്ന സകല കാര്യങ്ങളും. എല്ലാവരും ലാഭം മാത്രവും അവനവന്റെ കാര്യം നോക്കി ജീവിച്ചുള്ള അവസ്ഥ ആലോചിച്ചോക്കെ. ഞാൻ ഇത് പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കിട്ടുന്ന ഒരു സ്വീകാര്യത അപ്പൊ നമ്മളുടെ ഒക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ചുറ്റുവട്ടത്തുള്ള സഹജീവികളും മറ്റുള്ള ആൾക്കാരും അവരുടെ കാര്യങ്ങളും അവരുടെ സർവീസും നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാനുണ്ട്.